ഓൾ ഇന്ത്യ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി കേരളത്തിൽ ടെന്റ് കെട്ടി താമസിക്കുകയാണ്. മുഖ്യമന്ത്രി കസേര മോഹമെന്നൊന്നും നമ്മൾ പറഞ്ഞുകളയല്ലേ. ചെന്നിത്തലയും സതീശനെയെല്ലാം അവസാന ലാപ്പിൽ വെറും മടലുകളാക്കിയിട്ട് നിരന്തരം കേരള സന്ദർശനം നടത്തുന്ന അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇന്ന് ആ ചോദ്യം വന്നു. സജീവമായിട്ട് കേരളത്തിൽ ഞാൻ ആലപ്പുഴയിലെ ജനങ്ങൾ ജയിപ്പിച്ച എം പി അല്ലേ. കേരളത്തിൽ ഞാൻ സജീവമായിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും കസേര നോക്കിയിട്ടുള്ള സജീവത്വമല്ല, പാർട്ടിയെ ശക്തിപ്പെടുത്തി പാർട്ടിയെ വിജയിപ്പിക്കാൻ, UDF-നെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സജീവത്വമാണ്. ഞാൻ കേരളത്തിൽ സജീവമായിട്ടുണ്ടാവുന്നത് മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറയുന്നു, ഏതെങ്കിലും കസേര നോക്കിയിട്ടല്ല ഞാൻ സജീവമാണ്. അതെ, വേണുട്ടൻ ഇപ്പോൾ ഫുൾ ടൈം കേരളത്തിലാണല്ലോ. അത് ഞാൻ ഇവിടെ വരണ്ടേ? ഇവിടത്തെ MP ആണത്ര. അങ്ങനെയെങ്കിൽ വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധിയോ വല്ല ആണ്ടിലോ ആവടിയിലോ ആണല്ലോ വരാറുള്ളത്. എന്തേ താങ്കൾ? പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ബീഹാർ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി, സാധാരണ ജനറൽ സെക്രട്ടറി അല്ല, സംഘടനയുടെ ജനറൽ സെക്രട്ടറിയെ സംബന്ധിക്കുന്നിടത്തോളം ആ രാഷ്ട്രീയ പാർട്ടിയെ ഏത് സംസ്ഥാനത്ത് സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ട വ്യക്തിയാണ്. ആ നിലയ്ക്ക് ബീഹാർ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിർണയ ചർച്ച പോലും വഴിമുട്ടി തമ്മിലടി ബഹളമൊക്കെ നടക്കുമ്പോൾ ഒരു AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ജോലി എവിടെ ആയിരിക്കണം, എവിടെ ആകും? സ്വാഭാവികമായിട്ടല്ലേ. ഇപ്പോ ഒരു പോലീസുകാരനെ നമ്മൾ ഉദാഹരണമായി എടുക്കുക. ഒരു പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നം ഉണ്ടാവുകയാണ്, അതായത് അയാളുടെ സ്റ്റേഷൻ പരിധിയിൽ. അയാൾ എവിടെയാണ് കാണേണ്ടത്? ആ പ്രശ്നമുണ്ടായ ഇടത്താണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അതുപോലെ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, അതും സംഘടനയുടെ ചുമതലയുള്ള വ്യക്തി ബീഹാറിൽ ഈ പ്രശ്നം നടക്കുമ്പോൾ കേരളത്തിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിലെ ചേതോവികാരം? ഇദ്ദേഹത്തിന് രാജ്യത്താകമാനം ഒന്നും സംഘപരിവാറിനെ തുടച്ചു നിൽക്കണ്ട. ഇപ്പോ രാജസ്ഥാനിൽ അദ്ദേഹം ഒരു MP ആയിരുന്നല്ലോ, അതും രാജ്യസഭാ MP. ആ സീറ്റ് നേരെ സംഘപരിവാറിന്റെ താളത്തിൽ കൊടുത്തതിന് ശേഷമാണല്ലോ ഇന്ന് കേരളത്തിലെ ആലപ്പുഴയിൽ വന്നിട്ട് ഇദ്ദേഹം BJPക്ക് ഒരു സ്വാധീനമില്ലാത്തടത്ത് വിജയിച്ചത്. അവിടെ ഒരു സീറ്റ് BJP ഇപ്പോൾ രാജ്യസഭയിൽ വിജയിക്കുകയും ചെയ്തു. അതുപോലെ രാജ്യത്താകമാനമുള്ള പല സംസ്ഥാനങ്ങളിൽ BJP വന്നോട്ടെ, അത് എന്റെ പ്രശ്നമല്ല, എനിക്ക് കേരളമാണ് എന്റെ മുഖ്യം. മനസ്സിലാകുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ കണ്ണും നട്ട് ഈ അടുത്ത് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി നിർണയത്തിലും KPCC ഭാരവാഹി നിർണയത്തിലെല്ലാം തന്റെ പെട്ടിയെടുപ്പുകാരെ എല്ലാം കുത്തി നിറച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം വെറും മടലുകളാക്കി, അല്ലെങ്കിൽ ഒരു പവറുമില്ലാത്ത നേതാക്കന്മാരാക്കി അവരുടെ പിന്നിൽ നിന്നാൽ നിങ്ങളുടെ രാഷ്ട്രീയ ഭാവി തുലഞ്ഞു എന്ന തോന്നൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഇടപെടലൊക്കെ നടത്തി അദ്ദേഹം സംഘടനയ്ക്കകത്ത് ശക്തി പ്രാപിക്കുന്നത് എന്തിനാണ്? കസേര മോഹമായിട്ടാണ്. അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എല്ലാ ദിവസവും അദ്ദേഹം എത്തുന്നുണ്ട്. ബീഹാറിൽ പോയില്ലെങ്കിലും കൃത്യമായിട്ട് കേരളത്തിലേക്ക് വരുന്ന അദ്ദേഹത്തിന്റെ ശുഷ്കാന്തി നാട് കാണേണ്ടതാണ്. ബീഹാറിൽ എന്തോ നടന്നോട്ടെ, അദ്ദേഹം നേരത്തെ ട്രബിൾ ഷൂട്ടറായി പോയിടത്തൊക്കെ എന്താണോ നടന്നത് അത് തന്നെ ബീഹാറിൽ നടക്കുന്നതായിരിക്കും കെ.സി. വേണുഗോപാലിന്റെ ഉള്ളിലിരിപ്പ്. എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊന്നും ഇനി ഒരു മാർക്കറ്റും ഇല്ല. മുഴുവൻ എല്ലാ സംവിധാനവും കെ.സി. വേണുഗോപാൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലേക്ക് അദ്ദേഹം പതിവ് സന്ദർശനത്തിന് എത്തുന്നു എന്നത് മാധ്യമ ചോദ്യങ്ങൾ കൂടി ആയപ്പോൾ, കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതി കൂടി കേൾക്കുമ്പോൾ, അദ്ദേഹം ഇത്രയും കാലം ഇങ്ങോട്ടേക്ക് ഇതുപോലെ സന്ദർശനം നടത്താതെ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പൊടുന്നനെ വരുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ ചേതോവികാരം നിങ്ങൾക്കിപ്പോൾ വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ.